പുറത്ത് കോളിംഗ് ബെൽ അടിക്കുന്നത് കേൾക്കി മിഴി വന്ന ഡോർ തുറന്നു. മുൻപിൽ ഹരിയാണ്. അവനെ കണ്ടപ്പോൾ അവൾ പുഞ്ചിരിച്ചു. ഇത്ര പെട്ടെന്ന് വന്നോ? അവളിൽ കൗതുകം നിറഞ്ഞു. അവനകത്തേക്ക് കയറി വാതിലടച്ചു. നിനക്ക് നാട്ടിലേക്ക് പോകാൻ തോന്നുന്നോ മിഴി? അവൻ സംശയത്തോടെ അവളെ നോക്കി. ഷർട്ടിന്റെ ബട്ടൺസ് ഓരോന്നഴിച്ച് അവൻ മുറിയിലേക്ക് നടന്നു. ഇതെന്താ ഇപ്പം ഇങ്ങനൊരു ചോദ്യം? അതും പെട്ടെന്ന്. ആൾ പിന്നാലെ നടന്നു. അപ്പോഴേക്കും അവൻ ഷർട്ട് കസാരയിലിട്ടു. ഫ്രഷ് അവൻ ബാത്റൂമിലേക്ക് കയറുകയാണ്. നമുക്ക് നാളെ പോയില്ല തിരിച്ച്. അവൻ അവളെ ബെഡിൽ പിടിച്ചെഴുതി. അവളാണെങ്കിൽ വായും പൊളിച്ച് നോക്കി നിൽപ്പാണ്. എന്തു പറ്റി പെട്ടെന്ന്? അപ്പോൾ കേസ്? അവൾ സംശയത്തോടെ അവനെ നോക്കി. അവയ്ക്ക് അതിൻ്റെ വഴിയെ പൊയ്ക്കോളും, നീ ഇപ്പോൾ റെഡിയാവും. അവളും ചേർത്ത് പിടിച്ച് ഹരി. എന്താ ഹരിയേട്ടാ ഒരു കള്ളലക്ഷണം? സത്യം പറയേ, എന്തിനിപ്പോൾ പെട്ടെന്ന് നാട്ടിലേക്ക് പോണത്? അവൾ പുരികം പൊക്കി. അവന് ചിരി പൊട്ടി. ഇവളെ കൊണ്ട്. അവൻ തലയിൽ കൈ വെച്ചു. എന്നിട്ട് അവളെയും പിടിച്ച് കട്ടിലിരുന്നു. ഇപ്പം നിനക്ക് നല്ല കെയർ കിട്ടേണ്ട സമയമാണ്. അതാ പെട്ടെന്ന് നാട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. പിന്നെ കേസിൻ്റെ കാര്യം എനിക്കൊരു പിടിവള്ളി കേട്ടിട്ടുണ്ട്. അവൻ എന്താ ഗൂഢമായി ചിരിച്ചുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ നാട്ടിലേക്ക് പോവുകയാണോ? അവൾ വിടർന്ന കണ്ണുകളോട് ചോദിച്ചു. അവൾക്കും അതാണ് ആഗ്രഹം. ഈ ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൾക്കിടം വലിയ ഇഷ്ടമില്ലാതെയായിരിക്കുന്നു. ഹരിയുടെ കഷ്ടപ്പാടോർത്താണ് ഒന്നും പറയാത്തത്. അവനാണെങ്കിൽ എപ്പോഴും ഓരോ ഓട്ടത്തിൽ, പലപ്പോഴും ഭക്ഷണം പോലും കഴിക്കുന്നില്ല. എന്നാൽ ഞാനെല്ലാം പാക്ക് ചെയ്യട്ടെ. അവൾ പതിയെ എഴുന്നേറ്റ് ബാഗ് എടുത്ത് ഓരോ ഡ്രസ്സും എടുത്തു വെച്ചു. അപ്പോഴേക്കും അവൻ പോയി കുളിച്ച് ഫ്രഷായി വന്നു. അവൻ കുളിച്ചു വന്നപ്പോഴേക്കും അവളെല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. നിനക്ക് നടക്കാൻ പറ്റുമോ? അവൻ സംശയത്തോടെ ചോദിച്ചു. എന്താ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? അവൾ കുസൃതിയോടെ ചോദിച്ചു. നിന്നെ കൊണ്ടുപോയി കാണിക്കാന്ന് പറഞ്ഞൊരു സ്ഥലം കാണിച്ചില്ലല്ലോ. അവൻ വല്ലായ്മയുടെ നോക്കി. ഓ, രാമക്കൽമേടായിരിക്കും. അവൾ പുഞ്ചിരിയോടെ ചോദിച്ചു. അവളും വരെ നടക്കാൻ പറ്റില്ല. നമ്മുടെ വാവയ്ക്കത് ഇഷ്ടമല്ല. ആള് വന്നിട്ട് നമുക്ക് മൂന്നാൾക്കും ഒരുമിച്ച് പോവാട്ടോ. അവൾ പറയുന്ന കേട്ടപ്പോൾ അതാണ് ശരിയെന്ന് തോന്നി. വൈകിട്ടായപ്പോഴേക്കും ഇരുവരും അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു. പോരും വഴി ജാനകി കണ്ട് യാത്രയും പറഞ്ഞു. എന്നാലും പെട്ടെന്ന് പോവണ്ടായിരുന്നടാ. നിന്റെ ഉള്ളത് എനിക്കൊരു ആശ്വാസമാണ്. ജാനകി വല്ലായ്മയുടെ ഹരിയെ മിഴിയെ നോക്കി. മിഴിക്ക് പെട്ടെന്ന് വയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു മടക്കം, അല്ലെങ്കിൽ മടങ്ങില്ലായിരുന്നു. ഹരി ജാനകിയുടെ കൈകൾ മുറുക്കെ പിടിച്ചു പറഞ്ഞു. എല്ലാം കെട്ടി നിൽക്കാനല്ലേ പറ്റും. അവളും ഒന്ന് നിശ്വസിച്ചു. വണ്ടി പതിയെ മറിഞ്ഞു പോകുന്നത് നിറ കണ്ണുകൂടെ അവൾ നോക്കി നിന്നു. ഇറങ്ങാൻ നേരം വരികയാണ് എന്ന് വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിരുന്നു ഹരി. അതുകൊണ്ട് തന്നെ മാള് കോളേജ് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു. വീട്ടിലെ ആദ്യത്തെ കുഞ്ഞല്ലേ, അതിൻ്റെ സന്തോഷം എല്ലാവരിലും ഉണ്ട്. അമ്മേ, അവൾ വരുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം കൂടി ഉണ്ടാക്കണം. അടുക്കളയിലെ സ്ലാബിൽ ഇരുന്നുകൊണ്ട് മാള് ഓരോ വിഭവങ്ങളുടെ പേര് പറയുവാണ്. ആദ്യം ചക്കയപ്പം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതുണ്ടാക്കിയത്. ഇപ്പോൾ ഇതാ ഉണ്ണിയപ്പം വേണമെന്ന്. നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും മാളൂ. എനിക്കാകെ 2 കൈയേ ഉള്ളൂ. ഒരു കാര്യത്തിനും സഹായിക്കില്ല, എല്ലാം പറഞ്ഞോളും. അമ്മ പറയുന്ന കേട്ടപ്പോൾ അമ്മയെ നോക്കി വെളുപ്പിനെ ചിരിച്ചു മാളു. അങ്ങനെ പറഞ്ഞു കൊടുക്കാമേ. അവൾക്ക് ഇടയിട്ട് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. ചിക്കൻ മേടിച്ചു വന്ന അച്ചു അതിന് സപ്പോർട്ട് പിടിച്ചു. അവൾ അച്ചുവിനെ കണ്ണുകൾ കുറിപ്പിച്ചു നോക്കി. എന്നിട്ട് സ്ലാബിൽ നിന്ന് ഇറങ്ങി. അതെ, രാത്രി മുറിയിലോട്ട് വാ, ശരിയാക്കി തരാമേ. മാള് മെല്ലെ ഫ്രിഡ്ജിൽ ചിക്കൻ കയറ്റി വയ്ക്കുന്ന അവൻ്റെ അരികിലേക്ക് നടന്ന് അവന് കേൾക്കാൻ പാകത്തിന് മാത്രം പറഞ്ഞു. അവരാണ് കഞ്ഞൂടി മുട്ടിക്കല്ല പൊന്നെ എന്ന മട്ടിൽ നോക്കുന്നുണ്ട്. നീ ഇത് എന്താണ് കാണിക്കുന്നത്? അതെടുത്ത് വെള്ളത്തിലിട്. ഇപ്പം കറി വെക്കാനല്ലേ? അമ്മ ഒച്ചയെടുത്തപ്പോൾ അച്ചു ദയനീയമായി അമ്മയെ നോക്കി. എന്നിട്ട് ഫ്രീസറിൽ വെച്ച ചിക്കൻ എടുത്ത് ഒരു ചരുവത്തിലിട്ട് വെള്ളം നിറച്ചു. ഇന്നത്തെ ചിക്കൻ കറി അച്ചുവേട്ടൻ്റെ വകയാമേ. മാൾ ചിരി കടിച്ച് പിടിച്ച് പറഞ്ഞു. അവനാണെങ്കിൽ അതെപ്പോൾ എന്ന മട്ടിൽ അവളെ പുരുകൻ ചൊളിച്ചു നോക്കി. ദേ, തിരക്കുള്ളൊരു ഡോക്ടറെയാണ് നിങ്ങൾ 2 ആളും കൂടി ചിക്കൻ കറി വെപ്പിക്കുന്നതെന്ന് മറക്കരുത്. അച്ചുവില്ലാത്ത മോക്കളെ പിഴിഞ്ഞ് 2 ആളെയും നോക്കി. അപ്പോഴേക്കും മുൻപിൽ കാർ വന്നു നിന്നു. ദേ അമ്മ, അവർ വന്നു കേട്ടോ. മാൾ തുള്ളിച്ചാടി ഉമ്മറത്തേക്ക് ഓടി. വാതിൽ തുറന്നപ്പോൾ തളർന്ന അവശയെയും മിഴിയെയും ഡിക്കിൽ നിന്ന് ഓരോന്നെടുത്ത് ഉമ്മറത്തേക്ക് വെക്കുന്ന ഹരിയെയുമാണ് കണ്ടത്. എടി മിഴി. മാൾ സന്തോഷത്തോടെ ഓടിപ്പോയി മിഴിയെ ഇറുക്കെ പുണർന്നു. മിഴി തിരിച്ചു. അവൾ വന്നല്ലേ ഉള്ളൂ മാളു, അകത്തേക്ക് കയറിക്കോട്ടെ, എന്നിട്ട് പോരെ. അമ്മ അപ്പോഴേക്കും കൈയൊക്കെ കഴുകി ഉമ്മറത്തേക്ക് വന്നു. വാവ അനങ്ങുന്നോടി. മാള് വിടർന്ന കണ്ണുകളെ മുട്ടുകുത്തിയിരുന്ന് അവളുടെ വയറിനോട് ചിരി ചേർത്ത്. ഇല്ല മാള് ചേച്ചി, 2 മാസമല്ലേ ആയുള്ളൂ. ഇപ്പം ഒന്നും അറിയാനായില്ല. മിഴി അവളെ പുഞ്ചിരിയോടെ എഴുന്നേൽപ്പിച്ചു. എനിക്കറിയാടി പൊട്ടി, എന്നാലും നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടല്ലേ, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാ. അവളിങ്ങോട്ടും മാൾ ഭാഗത്തേക്ക് കയറി. ദേ, എൻ്റെ പെണ്ണിൻ്റെ വയറിഞ്ഞേക്ക് പൊടിച്ച് എൻ്റെ കൊച്ചിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ. ഹരി അപ്പോഴേക്കും കുസൃതിയോടെ അതും പറഞ്ഞ് അകത്തേക്ക് കയറി. നീ പോടാ. മാള് മുഖം കൂട്ടി. കണ്ടോ അമ്മേ, വന്ന നേരം മുതൽ മിഴിയാണ് ഇവൾക്ക് കാര്യം. സ്വന്തം നേട്ടനെ എന്നുള്ള ചിന്തയൊന്നുമില്ല. ഹരി പരിഭവം നടിച്ചപ്പോൾ മാള് പൊട്ടിശീലിച്ചു. അത് പിന്നെ ഇവളിപ്പോൾ സ്പെഷ്യൽ അല്ലേ? മിഴിയെ ചേർത്ത് പിടിച്ചു മാളു. നിനക്ക് സ്പെഷ്യൽ ആവാലോ. ദേ അവനോട് പറഞ്ഞാൽ മതി, എൻ്റെ കൊച്ചിനെ കണ്ട് വെള്ളം ഇറക്കണ്ട. ഹരി പറയുന്ന കേട്ടപ്പോൾ മാള് ഹരിയെ കണ്ണു കുറിപ്പിച്ചു. അച്ചുവാണെങ്കിൽ അമ്മയുടെ മുൻപിൽ നിന്ന് ചമ്മി ഏത് വഴി ഓടുമെന്ന് നോക്കി നിൽപ്പാണ്.
രാവിലെ തന്നെ ഹരിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. ഉറക്കച്ചടവോടെ ഹരി കണ്ണുകൾ തുറന്ന് ഫോൺ ഇട്ട് നോക്കി. അറിയാത്തൊരു നമ്പറിൽ നിന്നാണ് കോൾ. സമയം നോക്കുമ്പോൾ പുലർച്ചെ 4 മണി. ഈ നേരത്തെ ഇതാരാണ്? അവൻ സംശയത്തോടെ ഫോൺ എടുത്ത് കോൾ ബട്ടൺ അമർത്തി ചെവിയോട് ചേർത്ത്. എപ്പോ? ഞാൻ വേഗം എത്താം. അവൻ ഗൗരവത്തിൽ പറയുന്ന കേട്ടാണ് മിഴി ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. അവൾ പതിയെ എഴുന്നേറ്റ് അവനെ തട്ടി. എന്താണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഹരി കോൾ കട്ട് ചെയ്ത് വെപ്രാളത്തോടെ എഴുന്നേറ്റു. ജാനകിക്ക് ആക്സിഡന്റ്, പെട്ടെന്ന് ഹോസ്പിറ്റൽ വരെ പോകണം. അവൻ മിഴിയെ നോക്കി പരിഭ്രാന്തനായി. മിഴി പകപ്പോടെ അവനെ നോക്കി. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ? ഇന്നലെ ഇങ്ങോട്ട് പോകുന്നത് വരെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്താണോ? അവളുടെ മനസ്സിൽ 100,000 സംശയങ്ങൾ ഉയർന്നു. അപ്പോഴേക്കും ഹരി ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങിയിരുന്നു. ഞാൻ പോയിട്ട് വരാം മിഴി. പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി അവൻ മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. ഞാനും വട്ടെ ഹരിയേട്ടാ. അവൾ തളർച്ച മറന്ന് അവൻ്റെ കൂടെ പുറത്തേക്ക് വന്നു. ഏയ്, ഞാൻ പോയി നോക്കിയിട്ട് വരാം. അവൻ കാറിന് കീഴെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. വീട്ടിൽ ആരും എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും തന്നെ ഹരി പോയത് അറിഞ്ഞില്ല. അവൻ പോന്ന് നോക്കി നിൽക്കെ മിഴി ജാനകിക്കൊന്നും സംഭവിക്കരുതെന്ന് പ്രാർത്ഥിച്ചു. ചികിത്സയുടെ ഭാഗമായി എണ്ണത്തോണിയിൽ കിടത്തി ഒഴിച്ചു കഴിഞ്ഞ് നിത്രയെ കുളിപ്പിച്ച് റൂമിലേക്ക് മാറ്റിയതാണ്. ഇന്നേക്ക് ഒരാഴ്ച ആവുന്ന നിത്രയെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് വന്നതിനേക്കാളും ഭേദം തോന്നുന്നുണ്ട് അവളുടെ പ്രവൃത്തിയിൽ. ഇപ്പൊ ചെറുതായി കാൽവിരലുകൾ അനക്കാൻ കഴിയുന്നുണ്ട്. വേദനയുണ്ടോടി നിനക്ക്? കുളിപ്പിച്ച് കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ആര്യനരികിലായി കിടന്നുകൊണ്ട് ചോദിച്ചു. എള്ളെണ്ണയുടെ മണം അവളിൽ നിന്നും വമിക്കുന്നുണ്ട്. അത് പക്ഷെ വല്ലാത്ത സുഖമുള്ള മണമാണെന്ന് തോന്നി ആര്യന്. ആ, അവർ ഒഴിയുമ്പോൾ വേദനിക്കാറുണ്ട് ഹരിയട. പക്ഷെ ഇപ്പോൾ എന്തോ വല്ലാത്ത സുഖം തോന്നുന്നു. ഒന്നുറങ്ങാൻ തോന്നുന്നു. അവൾ പറയുന്ന കേട്ടപ്പോൾ പുഞ്ചിരിച്ചു. പതിയെ അവളുടെ മുടിയിടകളിൽ തലോടിക്കൊണ്ടിരുന്നു. ഉറങ്ങിക്കോളും. അവനൊന്ന് കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. അവൻ കണ്ണുകൾ അടച്ചു കിടന്നു. അവളുടെ കിടപ്പ് കാണി അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് പാടവരമ്പിലൂടെ ഓടി നടന്നൊരു പെണ്ണിനെയായിരുന്നു. എല്ലാവരോടും സൊറ പറഞ്ഞ് കളിച്ചു നടന്നൊരു പെണ്ണ്. അവളെ ഇങ്ങനെയാക്കാൻ കാരണം താനാണെന്ന ചിന്ത അവനെ വല്ലാതെയാക്കി. തൻ്റെ ഒരു നേരത്തെ അശ്രദ്ധ. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ പെണ്ണിന് ഈ ഒരു അവസ്ഥയിൽ. അവൻ്റെ നെഞ്ചു കിടഞ്ഞു. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. പതിയെ അവളുടെ മുടിയുടെ സ്നേഹത്തോടെ തലോടി ആര്യൻ. ഹരി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും നേരം തന്നെ വായിക്കുന്നു. നാട്ടിലെ ഹോസ്പിറ്റലാണ്. ദൂരം തന്നെ ഒരുപാടുണ്ട്. ഹരിക്ക് സഹായത്തിന് സുഹൃത്ത് അലക്സും ഉണ്ടായിരുന്നു. അലക്സ് ഹരിയുടെ കൂടെ ഗുണ്ടയായി നടക്കുമ്പോൾ മുതലുള്ളതാണ്. ഇപ്പോഴും അവൻ്റെ കൂടെ തന്നെയുണ്ട്. രണ്ടുപേരും തമ്മിൽ വല്ലാത്ത സൗഹൃദമാണ്. ഹോസ്പിറ്റലെത്തി കാഷ്വാലിറ്റിയിൽ കിടക്കുന്ന ജാനകിയുടെ അരികിലേക്ക് പാഞ്ഞെടുത്തു ഹരി. കാര്യമായ പരുക്കുകൾ അങ്ങനെ ഇല്ലെങ്കിലും കാലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. എല്ലിന് പൊട്ടലുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞു. കൈയിനും നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട്. മരുന്നിൻ്റെ സെഡേഷൻ മയക്കത്തിലാണ് ജാനകി. ഹരി അരികിൽ വന്നിരുന്ന വല്ലായ്മയുടെ അവളെ നോക്കി. ജാനകി, അവൻ അരുമയോടെ വിളിച്ചു. അവൾ വേദന കൊണ്ടൊന്ന് ഞരങ്ങിക്കൂടി. അത് കാണി അവനും വല്ലാതെ വേദനിച്ചു. ശ്രുതി നിന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾക്ക് അവസ്ഥ വരില്ല. പൊന്നുപോലെ നോക്കിയാൻ അവളെ. അവനില്ലാത്തതുകൊണ്ട് അവളെ പ്രണയത്തിന് വേണ്ടി എന്തെല്ലാം സഹിക്കുന്നു അവൾ. ഹരി നെടുവീർപ്പെട്ടു. അപ്പോഴേക്കും അലക്സ് അരികിൽ വന്നിരുന്നു. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് ഹരി പറഞ്ഞറിയാം. ശ്രുതിൻ കൊട്ടേഷൻ ചെയ്തതും അതിൻ്റെ പരിമിതി ഫലമാണ് ഇപ്പോൾ തൻ്റെ കൺമുന്നിൽ കിടക്കുന്നവൾ എന്നും അലക്സിക്ക് വല്ലാത്ത ഹൃദയവേദന തോന്നും. അന്ന് ഹരിയേട്ടനെ പോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ താനുമുണ്ടായിരുന്നു ആ ഗുണ്ടാ സംഘത്തിൽ. ഹരിക്കൊപ്പം ആ കൊട്ടേഷൻ ഏറ്റെടുക്കാത്തത് ഹരിക്ക് അയാൾ അത്രയും പ്രിയപ്പെട്ടവനാണ് എന്നത് അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ തൻ്റെ പ്രവർത്തികൾ മറ്റുള്ളവരെ എത്രത്തോളം വേദനിപ്പിക്കുന്നു, അവിടെ കുടുംബം എത്രത്തോളം വേദനിക്കുന്നുവെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. അലക്സ് അടുത്ത കസാരയിൽ ഓരോന്ന് ചിന്തിച്ചിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ വന്ന അവർക്കറിയിലേക്ക് റോഡിലൊരു അരികിൽ പരികേറ്റി കിടക്കുന്നത് ആരൊക്കെ കണ്ട് അവരാണ് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് എന്നാണ് ഡോക്ടർ വഴി അറിഞ്ഞത്. ഡോക്ടറാണ് അവിടെ ബാഗിലുള്ള ഫോൺ എടുത്ത് ലാസ്റ്റ് വിളിച്ച കോൾ പരിശോധിക്കാൻ. അങ്ങനെയാണ് ഹരിയെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായതെന്ന് പറഞ്ഞു ഡോക്ടർ. ഹരിയും മിഴിയും തിരികെ വീട്ടിലേക്ക് തിരിക്കുമ്പോൾ എത്തിയെന്നും മിഴിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നും അറിയാൻ പലവട്ടം വിളിച്ചിരുന്നു തന്നെ ജാനകി എന്ന് ഹരി ഓർത്തു. അപ്പോൾ അങ്ങനെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇന്നൊന്നും അറിയാതെ താൻ നിൽക്കേണ്ടി വന്നിരുന്നേനെന്ന് ചിന്തിച്ചു ഹരി. വൈകിട്ടോടെ ഡിസ്ചാർജ് ചെയ്യാം. 24 മണിക്കൂർ ഒബ്സർവേഷനിൽ ഇട്ടതായിരുന്നു അവളെ എന്ന് ഡോക്ടർ പറഞ്ഞ് തിരികെ പോയി. അല്പനേരം കഴിഞ്ഞപ്പോൾ ജാനകി കണ്ണ് തുറന്നു. അവളുടെ മനസ്സിലേക്ക് താൻ പരിക്കേറ്റ് വീഴുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു. എന്തുകൊണ്ടോ വല്ലാത്ത പേടി നിറഞ്ഞോളി. അവൾ കണ്ണു തുറന്ന പകപ്പോടെ ചുറ്റും പരതുമ്പോഴാണ് അരികിൽ ഹരിയെ കാണുന്നത്. അവനെ കണ്ടപ്പോൾ ഒരേ സമയം ആശ്വാസവും സങ്കടവും നിറഞ്ഞു. അവൾ അവനെ നോക്കി വിതുമ്പാൻ തുടങ്ങി. ഏയ്, എന്താടി കരയുവാണെന്ന്? ഹരി അവളുടെ അരികിൽ ചെന്ന് ഒന്നുമില്ലെന്ന് ആശ്വസിപ്പിച്ചു. പക്ഷെ അപ്പോഴും അവൾ ഏങ്ങിക്കരയുന്നു. ചുണ്ടുകൾ വിതുമ്പുന്നു. എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? അവളെ ഒരുപാട് നേരം ആശ്വസിപ്പിച്ച് അവളൊന്ന് ഓക്കെ എന്ന് മനസ്സിലായതും അവൻ പെട്ടെന്ന് ഗൗരവത്തോടെ ചോദിച്ചു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ പിടഞ്ഞു. അവൾ തലേദിവസം നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാൻ തുടങ്ങി. ഇത് എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്? വണ്ടി നിർത്തിക്കേ.
അവൾ സ്ഥലം മാറിപ്പോകുന്നത് കാണി മുൻപിലെ ഡ്രൈവറോട് വണ്ടി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. ഹാപ്പി അടയ്ക്കാതെ കൊച്ചായി. അയാൾ വഷളം ചീവിയുടെ പിന്നിലേക്ക് നോക്കി. ഇരുഭാഗങ്ങളും വീതി കുറഞ്ഞ ഒരു ഇടവഴിയാണത്. ആരെയും കാണാനില്ല. ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും അറിയില്ല. ഓട്ടോ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ജാനകി പതർച്ചയുടെ മുന്നിലേക്ക് ഊന്നി. കുറച്ച് കഷ്ടപ്പെട്ടിട്ട് സാറേ ഇവിടെ വരെ എത്തിക്കാൻ. ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് മുൻപിൽ നിൽക്കുന്ന വെള്ള ഷർട്ട് ഇട്ടവന്റെ അരികിലേക്ക് നടന്നു. പിടച്ചിലൂടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് അശും. കണ്ണുകൾ പേടിയോടെ ചുരുങ്ങി. ചുറ്റും കണ്ണോടിച്ചു. വിജനമായ പ്രദേശം. തന്നെ കൊന്നു കെട്ടിത്തൂക്കിയാൽ പോലും ഒരു മനുഷ്യക്കുഞ്ഞു പോലും അറിയാൻ പോകുന്നില്ല. അത്ര ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. നിന്റെ മറ്റവനെ കൊന്നാലെങ്കിലും എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് വിചാരിച്ചു. ഇപ്പം നീ എനിക്കൊരു സൗകര്യവും തരുന്നില്ലല്ലോടി. അശ്വിൻ അവൾ നോക്കുന്നത് കാണെ പൊച്ചതല ചുണ്ടുകൊട്ടി അവൾ അരികിലേക്ക് വന്നു. ഓ, നിങ്ങളായിരിക്കും ഇതിന് പിന്നിലെന്ന് എനിക്കറിയാമായിരുന്നു. അവൾ ഒഴുതിരിഞ്ഞ് മിഴിനീർ അമർത്തി തുളച്ചു. തളരാൻ പാടില്ല. ആടെ മുൻപിൽ തളർന്നു വീണാലും ഇവന്റെ മുൻപിൽ ഒരിക്കലും തളരരുത്. ചെന്നായാണിവൻ. ആട്ടും തൊരട്ട ചെന്നായ. ജാനകിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അച്ഛൻ്റെ കൊടുന്ന സ്വത്തുക്കളെല്ലാം തട്ടിയെടുക്കണം. അതിന് വേണ്ടിയാണ് അച്ഛനും മോനും തറവാട്ടിൽ തന്നെ കൂടിയിരിക്കുന്നത്. ആദ്യം തന്നെ വിവാഹം ചെയ്യണമെന്ന പേരും പറഞ്ഞു. അതിനിടയ്ക്കാണ് ശ്രുതിനുമായിയുടെ തൻ്റെ പ്രണയം വീട്ടുകാർ അറിയുന്നത്. അതിൽ പിന്നെ കണക്ക് കൂട്ടലുകൾ പിഴച്ചതിൻ്റെ അമർഷമെല്ലാം തന്നെ ഉപദ്രവിക്കാനായി മാത്രം. ജാനകി അവനെ വക വയ്ക്കാതെ തിരിഞ്ഞു നടന്നു. അങ്ങനെ അങ്ങ് പോയാലോ? കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിച്ചുവെങ്കിൽ നിന്നെ ഞാൻ വിചാരിച്ച കണക്കിൽ കൊണ്ടുപോകാനും അറിയാം. കൈകളിൽ പിടുത്തമിട്ടിട്ടാണ് പറയുന്നത്. ജാനകി സൂക്ഷിച്ചു നോക്കുമ്പോഴേക്കും തലയ്ക്ക് പിന്നിൽ ഒരടി വന്ന് വീണിരുന്നു. ബോധം മറിഞ്ഞ് വീഴുമ്പോൾ തന്നെ നോക്കി പൊട്ടിച്ചിരിക്കുന്ന അശ്വിനെയാണ് കാണുന്നത്. ഉപദ്രവിച്ച് റോഡിന്റെ വാക്കത്ത് കൊണ്ടുപോയിട്ടതാണ്. ദൈവഭാഗ്യം കൊണ്ട് ആരൊക്കെയോ കണ്ട് ഇവിടെ കൊണ്ടെത്തിച്ചു. ഇല്ല ചിലപ്പോൾ. ജാനകി വിരുമ്പി. എല്ലാം കേട്ടിരുന്ന ഹരിയും മലക്സും പരസ്പരം നോക്കി. ഹരിയുടെ മുഖം ദേഷ്യത്താൽ കറുത്തു. അശ്വിൻ അവനെ നോട്ടമിട്ടിട്ട് കുറച്ച് നാളുകൾ ആ ഫയലുകൾ തന്നെ അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. ഇപ്പൊ ഇത് ഇനിയും വെറുതെ വിട്ടുകൂടാ. ഹരി അലക്സിന്റെ അരികിലേക്ക് നടന്നു. അലക്സിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് എല്ലാ കാര്യങ്ങളും ഹരി അവനോട് പങ്കുവച്ചിരുന്നു. അല്ലെങ്കിലും തൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്നവനാണ് അലക്സ്. ഇതറിയാതെ പോയത് ആ സമയം താൻ നാട്ടിലായതുകൊണ്ട് മാത്രമാണ്. മരിക്കുന്നതിൽ പേടിയില്ല ഹരി എനിക്ക്. പക്ഷേ ശ്രുതി, അവനെ നീതി ലഭിച്ചിട്ട് മരിച്ചാൽ മതി എനിക്ക്. ഹരിയെ നോക്കി വിതുമ്പുന്നവളെ എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഉഴറി ഹരി. ഇത്രയ്ക്കായി സ്ഥിതിക്ക് നമുക്ക് അവനെ ഒന്ന് കാര്യമായി കാണണമല്ലോ ഹരി. അലക്സി ഹരിയുടെ തോളിൽ കൈവച്ച് ആയാസമായി പറഞ്ഞു. അതെടാ, കാര്യമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. ഹരി ഗൂഢമായി പുഞ്ചിരിച്ചു. ജാനകിയെ വൈകിട്ടോടെ തന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള ഏർപ്പാടുകൾ ചെയ്തിരുന്നു ഹരി. ഡോക്ടറും പറഞ്ഞു വീട്ടിൽ ട്രീറ്റ്മെന്റ് തന്നെയാണ് നല്ലതെന്ന്. അധിക ദിവസമില്ല ഇനി കേസ് ഹിയറിങ്ങിന്. അതുകൊണ്ട് തന്നെ തനിക്ക് ദിവസം നിൽക്കാനും കഴിയില്ല. എല്ലാം കൂടെ ആലോചിച്ചപ്പോൾ ജാനകിയെ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് തോന്നി. അവിടെ ആകുമ്പോൾ അമ്മയുടെയും മിഴിയും ഉണ്ടാകും അവളെ നോക്കാൻ. ഇവിടെ ആരുമില്ലാത്തയിടത്ത് എങ്ങനെയാണ് ഒറ്റയ്ക്കിടുക? അതും കേസ് സ്റ്റാറ്റിന്റെ ഡേറ്റ് എടുത്ത് അവിടെ വീട്ടുകാർ തന്നെ പല വീട്ടിനെയും അതിന് ശ്രമിക്കും. ഈ കാര്യം അലക്സിനോട് ചോദിച്ചപ്പോഴും അത് തന്നെയാണ് നല്ലതെന്ന് പറഞ്ഞു. ജാനകിയോട് സൂചിപ്പിച്ചപ്പോൾ ആദ്യം അവൾ സമ്മതിച്ചില്ല. പക്ഷെ പിന്നീട് ഹരിയുടെ നിർബന്ധത്തിന് അവൾക്ക് എതിർത്ത് നിൽക്കുവാനും കഴിഞ്ഞില്ല. കാരണം അവൾക്കും ചെറിയ പേടിയുണ്ട്. ഇനിയും ഇതുപോലുള്ള അപകടങ്ങൾ അവർ സൃഷ്ടിക്കുമെന്ന്. സ്വന്തം വീട്ടുകാർ ആയതുകൊണ്ട് തന്നെ എവിടെയും പോയി പറയാൻ കഴിയില്ല. അല്ലെങ്കിലും ആരോട് പറയാനാണ്? അവൾക്ക് ഓരോന്നും ഓർക്കെ അവളോട് തന്നെ പുച്ഛം തോന്നി. നാട്ടിൽ നിന്ന് തിരിച്ച് ഹരിയുടെ വീട്ടിലേക്ക് കുറച്ച് ദൂരമുണ്ട്. കാറിൽ അലക്സിയാണ് ഡ്രൈവ് ചെയ്തത്. ഹരി കോ ഡ്രൈവിംഗ് സീറ്റിൽ ചാരിയിരുന്ന ചെറു മയക്കത്തിലാണ്. പാവം, പുലർച്ചെ ഇറങ്ങിയതാണ്. പോരാത്തതിന് യാത്രാക്ഷീണവും. അലക്സി അവനെ പാളി നോക്കി. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കളയുന്നവൻ. അതിന് ജാനകി ആയാലും ശരി, താനായാലും ശരി. അലക്സി ഓർത്തു. മുമ്പിലെ കണ്ണാടികളുടെ പിന്നിലേക്ക് നോക്കുമ്പോൾ സീറ്റിൽ തല ചായച്ചു കിടക്കുന്നവളെ കണ്ടു. ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ മുതൽ എന്തു വല്ലാത്ത ബഹുമാനവും സ്നേഹവും തോന്നുന്നു ഈ പെണ്ണിനോട്. ഒരുവൾക്ക് സ്വന്തം പ്രണയം ഇത്രമേൽ പ്രാണനാകുമോ? ആവും, അറിയില്ല. തന്നെ ആരും അതിനെ പ്രണയിച്ചിട്ടില്ലല്ലോ. പ്രണയം എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെ അറിയില്ല. കൊല്ലാനും തല്ലാനും നടക്കുന്നവൻ ആരാണ് പെണ്ണ് തരിക? ഏത് പെണ്ണാണ് സ്നേഹിക്കുക? അവൻ സ്വയം ചിരിച്ചുപോയി. എന്താണ് ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? പെട്ടെന്ന് ഹരി ചോദിച്ചപ്പോൾ അലക്സ് ഞെട്ടലോടെ അവനെ നോക്കി. ഇപ്പോഴല്ലേ ഇവൻ ഉറങ്ങുന്ന കണ്ടത്? ഉറങ്ങിയില്ലേ നീ? ചുണ്ടിൽ ചിരി മറിച്ച് പിടിച്ചവൻ ഹരിയെ നോക്കി. ഇല്ല, ഒന്നും മയങ്ങിയുള്ളൂ. ഹരി ഒന്നുകൂടെ കയറിയിരുന്നു. ഇനിയും കുറച്ചുകൂടെ ദൂരമുണ്ട് വീട്ടിലേക്ക്. പിന്നീട് അങ്ങോട്ട് ഓരോ വിശേഷം പറഞ്ഞുകൊണ്ട് അലക്സി വണ്ടി ഓടിച്ചു. അപ്പോഴും ചെറു മയക്കത്തിലാണ് ജാനകി. വീട്ടിലേക്ക് എത്തിയപ്പോൾ നേരം സന്ധ്യ മയങ്ങിയിരുന്നു. ഹരി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണുന്നത് തങ്ങളെ തന്നെ കാത്തിരിക്കുന്ന അമ്മയും മിഴയുമാണ്. അവൻ ചെറു പിഞ്ചിയുടെ കാറിന്റെ പിന്നിലെ വാതിൽ തുറന്നു. ജാനകി കാറിലെങ്കിലും സഹായമുണ്ടെങ്കിൽ ഇറങ്ങാനോ പിടിച്ചു നടക്കാനോ ആവുകയുള്ളൂ. ഹരി അവളുടെ കയ്യിൽ പിടിച്ച് പതിയെ പുറത്തേക്ക് ഇറക്കി. ജാനകി കണ്ട മിഴി ഓടി ഇറങ്ങി മുറ്റത്തേക്ക്. ചേച്ചി.
അവൾ ചെറു ഏങ്ങലടികളോടെ അവളെ ചേർത്ത് പിടിച്ച് ജാനകിയുടെ കണ്ണുകളും നിറഞ്ഞു. തനിക്ക് വേണ്ടിയും മിഴിനീർ വാർക്കാൻ ആരെങ്കിലൊക്കെ ഉണ്ടല്ലോ, അതിന്റെ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എന്ന് ജാനകി ഏങ്ങലടിച്ച് കരഞ്ഞു. ഓ, രണ്ടാളും ഒരു ഒത്തിരി സീരിയൽ ആംബിയൻസ് ഉണ്ടാക്കുമോ? ഹരി തമാശ കണക്കി ഇരുവരെയും നോക്കി. മിഴി ഹരിയെ കണ്ണു കുറിപ്പിച്ച് നോക്കി. അപ്പോഴേക്കും മാമ മുറ്റത്തേക്ക് വന്ന് ജാനകിയെ താങ്ങി. മിഴി എന്തൊക്കെ ചോദിക്കുന്നുണ്ട് ജാനകിയുടെ. ഇത്രയും ദിവസം കാണാത്തതിന്റെ പരിഭവം, സങ്കടം, അങ്ങനെയെല്ലാം ജാനകി ഓരോന്നും കേട്ടുകൊണ്ടിരിക്കുന്നു. ആ, അവളിപ്പോൾ വന്നല്ലേ മിഴി, കുറച്ചു നേരം കിടക്കട്ടെ ജാനകി, നല്ല ക്ഷീണമുണ്ട്. അത് മാത്രമല്ല, കാലം നിലത്ത് തൂക്കിടാൻ പാടില്ലെന്ന് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഹരി ജാനകി കൊണ്ട് നേരെ റൂമിലേക്ക് നടന്നു. അച്ചുവിൻ്റെയും മാളുവിൻ്റെയും മുറിയുടെ അടുത്ത് തന്നെയുള്ള മുറി. അതാകുമ്പോൾ എല്ലാവരുടെയും കണ്ണ് പെട്ടെന്ന് ചെന്നെത്തും. അടുക്കളയും ആ മുറിയുടെ അടുത്ത് തന്നെയാണ്. ജാനകിയെ പെട്ടിയിൽ കൊണ്ട് കിടത്തി എല്ലാവരും കട്ടിന് ചുറ്റും കൂടി നിന്നു. അമ്മ താഴേക്ക് കൈയും കൊടുത്ത് നിൽപ്പുണ്ട്. എന്നാലും നീ കൊച്ചിനെ എങ്ങനെ ഉപദ്രവിക്കാൻ എങ്ങനെ തോന്നി അവന്മാർക്ക് ദുഷ്ടന്മാർ? അമ്മ നെതി വെറുപ്പോടെ പറഞ്ഞത് കേൾക്കെ ജാനകി മിഴികൾ താഴ്ത്തി തന്നെ നിന്നു. ഉപദ്രവിച്ചതാരാണ്? സ്വന്തം കുടുംബക്കാർ. പിന്നെ എന്താണ് മറുപടി പറയുക? ജാനകി വല്ലായ്മയുടെ മുഖം താഴ്ത്തി. അലക്സ് എല്ലാം കേട്ടുകൊണ്ട് ഉമ്മർത്ത് തന്നെ നിൽപ്പുണ്ട്. അവൻ അവളോട് വല്ലാത്ത സ്നേഹം തോന്നി. ആരോഗ്യമില്ലാത്തൊരു പാവം പെണ്ണ്. പെട്ടെന്ന് അവളെ കണ്ടാൽ ഒരു പൂവിനെ പോലെ മൃദുലമാണ്. പക്ഷേ അവൾക്കുള്ളിലെ പ്രണയം അത് എത്രത്തോളമാണെന്ന് മനസ്സിലാവുന്നു. അതിൻ്റെ ആഴം തന്നെ അത്ഭുതപ്പെടുത്തുന്നു. ജാനകി മുറിയിലാക്കിയ ശേഷം ഹരി പുറത്തേക്ക് ഇറങ്ങി. ഉമ്മറത്തെ പടിക്കിലിരിക്കുന്ന അലക്സിന്റെ അരികിലേക്ക് വന്നു. നിനക്ക് എന്താണ് അലക്സ് തോന്നുന്നത് ഇതെല്ലാം കണ്ടിട്ട്? ഹരി അസ്വസ്ഥനായി. ജാനകിയും ലയിലാക്കിയവനെ നല്ല പാഠം പഠിപ്പിച്ചു കൊടുക്കണമെന്നവൻ തീരുമാനിച്ചു. നമുക്ക് അശ്വിന് കാര്യമായി കാണാമല്ലോ ഹരി. അലക്സ് ഹരി ചൂഴ്ന്നു നോക്കി. അലക്സിന്റെ മുഖത്തെ ദേഷ്യം ഹരിക്ക് വായിച്ചെടുക്കാമായിരുന്നു. അത് ഞാൻ പറയാൻ വരികയായിരുന്നു. നമുക്ക് വിട്ടാലോ അങ്ങോട്ടേക്ക്? എനിക്ക് ചെറിയൊരു കടം കൂടി ബാക്കിയുണ്ട് അവനോട്. ഹരി ഗൂഢമായി പുഞ്ചിരിച്ചു. അലക്സ് കൈ വെള്ള ഹരിക്ക് നേരെ നീട്ടിയപ്പോൾ അവൻ അതിലേക്ക് കൈ ചേർത്തു. അലക്സ് മുറുക്കെ പിടിച്ചു ഹരിയുടെ കൈ. മുൻപ് കൊട്ടേഷൻ തുടങ്ങാൻ പോകുമ്പോൾ ചെയ്യുന്ന ശീലമാണത്. ഇപ്പോൾ ആവശ്യത്തിന് അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരുപാട് നാൾ ഗുണ്ട എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തർത്ഥം? അലക്സ് അവന്റെ ബുള്ളറ്റ് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പിന്നിലേക്ക് നോക്കി. ഹരി ഡ്രസ്സ് പോലും മാറാതെ അവന്റെ ബൈക്കിന്റെ പിന്നിലേക്ക് കയറി. പോകാം ഹരി? അലക്സ് തുരികം പൊക്കി ചോദിച്ചു. ആ, എന്ത് ചോദ്യമാണത്? പോവാതെ പിന്നെ. ഹരി പുഞ്ചിരിയുടെ അലക്സിന്റെ തോളിൽ കൈവച്ചു. ബുള്ളറ്റ് അകന്നു പോകുന്ന ശബ്ദം കേൾക്കാൻ മിഴി അടുക്കളയിൽ നിന്നും ഓടി പുറത്തേക്ക് വന്നത്. ഹരിക്കും അലക്സിനുമുള്ള ചായയും പലഹാരവും ഒരുക്കുകയായിരുന്നു അമ്മയും മിഴി വന്ന് നോക്കുമ്പോൾ ഇരുവരെയും കാണാനില്ല. അവൾ വല്ലായ്മയുടെ വഴിയിലേക്ക് കണ്ണു നട്ടു. അവർ പോയോ മോളെ? പിന്നിൽ ചായയുമായി വന്നതുകൊണ്ട് അമ്മ ചോദിച്ചു. ആ, പോയങ്ങ്. അവൾ നിരാശയുടെ മിഴികൾ താഴ്ത്തി. ആ, അവൻ പെട്ടെന്ന് വന്നോളൂ. നീങ്ങി വാ. ആ കുട്ടിക്ക് ചായ കൊണ്ട് കൊടുക്കണ്ടേ? പാവൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അവളെ സമാധാനിപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി അമ്മ.